അപ്പോൾ കൂടുതലും നമുക്ക് പെരിച്ചാഴി ശല്യം പുറത്ത് അങ്ങനെയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് 2 കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിനകത്ത് ചേർക്കേണ്ടത്, ഞാൻ കുറച്ച് മുളക് പൊടിയും, ഇപ്പോൾ 2 കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയും പിന്നെ കുന്തിരിക്ക അറിയാമല്ലോ, അതിൻ്റെ വയറ് അത് കഴിക്കുമ്പം തന്നെ അതിൻ്റെ വയറൊക്കെ അങ്ങ് പുകഞ്ഞ് വെപ്രാളം കൊണ്ട് അത് ഓടും. കാരണം ഈ കുന്തിരിക്കത്തിൻ്റെ ഭയങ്കര ഒരു പവറാണ് കുന്തിരിക്കം. അതേപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ശർക്കര പിന്നെ ഗോതമ്പ് പൊടി 2 കർപ്പൂരം ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേനും നല്ലൊരു പവറാണ്. പിന്നെ ആ ഭാഗത്തോട്ട് എലിയാണേലും പെരിച്ചാഴിയാണേലും ഒന്നും തന്നെ ഭാഗത്തോട്ട് വരത്തില്ല. അപ്പം ഇതേപോലെ 1-2 വട്ടം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ കഴിച്ചില്ലെങ്കിൽ പിന്നീട് അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. പിന്നീട് ആ ഭാഗത്തോട്ടേ വരത്തില്ല. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് മുളക് പൊടിയും ശർക്കരപ്പാനിയും കൂടെ ചേർന്നുള്ള വെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ച് തന്നെ നമുക്ക് കുഴച്ചത് ഓരോ ഉരുളകളാക്കാം. അപ്പോൾ എവിടെയൊക്കെയാണോ പെരിച്ചാഴിയുടെ പൊത്ത് അതേപോലെ തന്നെ എലി വരുന്ന ഭാഗങ്ങൾ, അപ്പം അകത്താണേലും ഇതേപോലെ ഓരോ ഉരുളകൾ നമ്മൾ കടലാസിനകത്തോ ഇതിനകത്തെങ്കിലും ഓരോ ഉരുളകളാക്കി നമുക്ക് വെച്ച് കൊടുത്താൽ മതി. അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. പിന്നെ അത് വയറ് കേടായിട്ട് പിന്നെ അത് ചാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല പിന്നീട് ആ ഭാഗത്തോട്ടെ എലികൾ വരുത്തതുമില്ല. അപ്പം നമ്മുടെ കൃഷികളൊക്കെ ആണെങ്കിലും നശിപ്പിക്കുകയാണെങ്കിലും ഇതേപോലെ ഓരോ ഉരുളകൾ വെച്ച് കൊടുത്താൽ മതി ആ ഭാഗത്തൊക്കെ. അപ്പോൾ ചെടികളാണെങ്കിലും ആ ഭാഗത്തൊക്കെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. പിന്നെ അത് ആ ഭാഗത്തോട്ടേ വരത്തില്ല. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഓരോ ഉരുളകളാക്കുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എരിവും മണവും നല്ല ഒരു പുളി എല്ലാം കാണും. കർപ്പൂരം കൂടെ ചേർത്തുകൊണ്ട് വയറ് കേടാകുകയും ചെയ്യും. കണ്ടോ, പിന്നെ നമ്മൾ ആ പരിസരത്തൊന്നും ഒരു തുള്ളി വെള്ളം വെക്കരുത്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെപ്രാളമാണ്. വെപ്രാളം കൊണ്ട് അത് വെള്ളം കുടിക്കാൻ വേണ്ടി ഓടും. അപ്പം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ പവർ അങ്ങ് നഷ്ടപ്പെടും. അത് കഴിച്ചതിൻ്റെ പവർ അങ്ങ് പോവും. അപ്പം നമ്മൾ വെള്ളം ആ പരിസരത്തൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് പരിസരം വിട്ടങ്ങ് പോയിക്കോളും. അപ്പം ഇതേപോലെ ചെയ്ത് നോക്കുക. കണ്ടോ, ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഇവിടെയാണ് പെരിച്ചാഴിയുടെ പൊത്തുള്ളത്. ആ ഭാഗത്തൊക്കെ ഒരു പേപ്പറിനകത്ത് ഇതേപോലെ 2-3 ഉരുളകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോഴത്തേനും അത് കഴിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകൂടി അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് തീർച്ചയായിട്ടും വന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. പിന്നെ ആ ഭാഗത്തോട്ട് വരത്തതുമില്ല. അതേപോലെ തന്നെ നമ്മുടെ പരിസരത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും വെക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ പൊത്തുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്.